Good morning, Vave. Good morning, Amma. Enikya. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ, താഴേക്ക് പോകുന്നത്രേ. നിച്ചൂട്ടി ഇതാ ഇവിടെ എണീച്ചിട്ട് ഒന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ് നിച്ചു. അപ്പം ഇന്ന് നിച്ചൂട്ടിക്ക് ലീവാണ്, ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളെയില്ല നമ്മളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചു. 7th മന്തിലെ ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് 7th മന്ത് സ്റ്റാർട്ടായിട്ടാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉച്ച താഴെ പോവാ കുഞ്ഞാ, താഴെ പോവാ. ഇന്ന് സൺഡേ ഹോളിഡേ ആണല്ലോ, എൻ്റെ വാവക്ക് പോണ്ടല്ലോ. ഹാപ്പി ആയാ? കളിപ്പൂച്ചേ താഴെ പോവാ നമുക്ക്. എണീക്ക് വാ. അപ്പോൾ താഴെ വന്ന ഉടനെ തന്നെ പല്ലൊക്കെ തേച്ചിട്ട് സ്ഥിരം കഴിക്കുന്ന പോലെ മുട്ട കഴിച്ചു കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുവേ. സാധാരണ നിച്ചൂട്ടിക്ക് അംഗനവാടി ഉള്ള ദിവസങ്ങളിൽ നിച്ചൂട്ടീനെ എണീപ്പിച്ച് പല്ലേപ്പിച്ച് ടോയ്ലറ്റിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങൽ. ഇന്ന് പിന്നെ ഫ്രീ ആയതുകൊണ്ട് അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഗാർഡനിലേക്കൂടെ എല്ലാം നടന്ന് എന്തെങ്കിലും എല്ലാം നോക്കി കണ്ട് പിന്നെ കുറച്ച് നേരം മുറ്റത്തേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഉലാത്തി നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ്. ഒരു ഭയങ്കര ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത്. പണ്ടൊന്നും എനിക്കില്ലാത്ത ശീലമാണിത്, പക്ഷേ ഈ ഒരു സമയത്ത് രാവിലെ എണീറ്റ് മുറ്റത്തേക്കൂടെ നടക്കുമ്പോൾ ആ ഒരു ഫുൾ ഡേ നമുക്കൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗാർഡൻ ഇതാ ഏകദേശം ഇങ്ങനെയാണ് സെറ്റായിട്ടുള്ളത്. കുയ് ഗുഡ് മോർണിംഗ് ചന്തേരി പാറി ഏട്ടാ. ഗുഡ് മോർണിംഗ്. എവിടെയാണ് കുപ്പായെല്ലാം എടുത്തിട്ട് പോന്നാ? ഏട്ടന് ഇന്ന് കല്യാണം ഉണ്ട്, എന്നെയും നിച്ചോട്ടിനെയും കൂട്ടാണ്ട് പോകുന്നുണ്ട്. ഫ്രണ്ടിന്റെ കല്യാണമാണേ, നമ്മളിവിടെ ബിടെക്കിന് പഠിച്ച. എന്നാ നിച്ചു പറ. അച്ഛന്റെ ഫ്രണ്ടിന്റെ കല്യാണാ? അതെയാ? എടാ കുളിച്ചാ? മുടി ഇങ്ങനെ പറ്റിക്കുന്നുണ്ട്. ഇല്ല, കൊടുക്കണത്ര. നമുക്ക് പുതിയ ഗസ്റ്റ് ഉണ്ടേ, കാണിച്ചു തരേ. നമ്മളെ ഗാർഡൻ ഇത് ഇപ്പൊ ഇങ്ങനെയാണേ ഉള്ളത്. കാര്യമായിട്ട് ഡെവലപ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല, 1-2 ചെടി അധികം വന്നിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് പൂ നിച്ചൂട്ടി എടുത്തുകൊണ്ട് വെച്ചാണ്. ഇതാ നമ്മളെ പുതിയ മുയൽ വന്നിട്ടുണ്ട്, 2 സൈഡിലും മുയലുണ്ട്. പിന്നെ ഇവിടെ ചെക്കി, അത് കാണിച്ചിനെന്തോ വീഡിയോയിൽ ഓർമ്മയില്ല. ചെക്കിപ്പൂവുണ്ട്, ഇവിടെ ഒരു ചെക്കിപ്പൂവുണ്ട്. ഓ എന്നാടാ? ആ മൂടി എടുത്തിട്ടോ വാവേ, മൂടി ഫുഡ് കൊടുക്കാൻ. ഇതാ ഇവിടെ എല്ലാം പൂവുണ്ട്. ഇതൊരു പിങ്ക് ചെക്കിയാണേ, പിങ്ക് ചെക്കി വെച്ചിട്ടുണ്ട്. രാവിലെ എണീച്ചാട് പുതിയ പൂവ് ഏതെങ്കിലും വിരിഞ്ഞിനോന്നല്ല ഇങ്ങനെ വന്നിട്ട് നോക്കൂട്ടാ, അതാണ് മെയിൻ ഹോബി. എനിക്ക് പുതിയ ഫ്രണ്ട്സ് ഉണ്ട്, ഒച്ചത് പറയറ കേക്കുന്നില്ല. അപ്പടി വാ, മുടി വെട്ടാണ്ട് വന്നിനി. നിച്ചൂട്ടിന്റെ പുതിയ ഫ്രണ്ട്സിനെ കാണിച്ചു തരേ. വാ, നിച്ചൂട്ടിന്റെ പുതിയ ഫ്രണ്ട്സ് ഇതാ. വേഗം ഓടി വാറാ. ചില ഫ്രണ്ട്സിനും കാണുന്നുണ്ടോ? ഇതെന്ത് മീമിയാ നിച്ചു? പേര് മറന്നുപോയാ? അതെന്തോ വീണത്. ഗപ്പി, ഗപ്പി മീമി കേട്ടാ. കുറച്ച് നമ്മള് ഗപ്പീനെ മേടിച്ചിട്ടിട്ടുണ്ട്, കുറച്ച് ദിവസമായി. ഇതൊരു 12 എണ്ണം പൊന്നെ. നല്ല രസാ കാണാൻ. അതിനകത്ത് കൂട്ടായിട്ട് ഒരാമേനെയും ഒരു തവളേനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പൈപ്പ് വിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ, അതിനെ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെയിലെല്ലാം നല്ലോണം ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. നമ്മൾ ഈ മേലത്തെ ജാതി മരത്തിൻ്റെ മേലെന്ന് നല്ലോണം പൊടിയെല്ലാം വീഴുന്നുണ്ട്, അതാണ് ഇങ്ങനെ കുളത്തിൽ ഫുള്ള് പൊടിയെല്ലാം കാണുന്നത്. രാവിലെ എണീറ്റാൽ ഇപ്പം കുറേ നേരം ഈ മീമീൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കും കേട്ടോ. നല്ല രസമാണ് ഇവരെ കളി കാണാൻ വേണ്ടിയിട്ട്. വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, വന്നിട്ട് ഫുഡ് കഴിക്കട്ടെ. നല്ലോണം ഇട്ട് കൊടുക്കേ. ഇതെല്ലാം വരും, ഇവിടെ ഇട്ട് കൊടുത്തേ. ഫുള്ള് ഇട്ട് കൊടുത്തേ കണ്ണാ.
കൊടുത്ത് ബാക്കി 12 എണ്ണം ഇല്ലേ? എണ്ണ കിട്ടൂല, അതാണ്. ഇവർ കളി കണ്ടിരുന്നാൽ അങ്ങനെ തന്നെ ഇരുന്ന് പോകട്ടെ. ചില സമയത്ത് രാവിലെ എല്ലാം കുറേ നേരം ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. അമ്മയും ചിലപ്പോൾ കുറേ നേരം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും അത് നോക്കിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ലൈറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ രാത്രിയെ കാണാൻ പറ്റും. സോളാർ ലൈറ്റ്സ് ആണേ. നമുക്ക് കറണ്ടും വേണ്ടല്ലോ, ഇരുട്ടാവുമ്പോൾ അങ്ങ് കത്തിക്കോളും. മതിലിന് 4 എണ്ണം വെച്ചിട്ടുണ്ട്. രാത്രിക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ. നാടാ കുമ്പ വലുതായിട്ടുണ്ടോ? ചുട്ടി ഇപ്പൊ പറയാന്നേ, അമ്മ ഒരു മീമിന്റെ കുമ്പ വലുതായിട്ട് അത് അമ്മേനെ പോലെയാണ്. ശരിക്കും തന്നെയാണ് കേട്ടാ. ഒരു ഫിഷിന്റെ ഇതാ, ഈ ഒരു ഫിഷിന്റെ ഇതിനൊക്കെ ഉണ്ടാ, ഇതാ കുമ്പ കുറച്ച് വലുതായിട്ടുള്ള. അതതിന്റെ നേച്ചർ അങ്ങനെയാണോ അല്ല പ്രസവിക്കാനായതാണോ അറിയില്ല. ഓ അതെയാ അതെയാ അതെയാ. പല്ലേക്കാലോ വാ, അമ്മ പല്ലെല്ലാം തേച്ച്. രാവിലെ എണീച്ചപാട് കുറച്ചു നേരം ഫിഷിൻ്റെ അടുത്ത് കളിച്ച് പിന്നെ ഫുള്ള് നമ്മളെ ചെടികളെല്ലാം നോക്കിയിട്ട് ഒരു റൗണ്ട് അടിക്കുവേ. ഇതാ നമ്മളെ വഴുതന വഴുതന ചെടിയെല്ലാം ഇതാ ഇത്ര ആയിട്ടുണ്ടേ. വഴുതന ചെടി, നിച്ചുട്ടിൻ്റെ ചാമ്പക്ക ചെടി. ഇതൊരു ചാമ്പക്ക തൈ നട്ടതാണേ. ഇതെല്ലാം ഇത്ര ആയിട്ടുണ്ട്. നമ്മളെ മുളക് ചെടികൾ, ആ ഗ്രോ ബാഗിൽ കുറച്ച് ചീരിയുണ്ട്. അതെല്ലാം ഇത്ര ആയിട്ടുണ്ട്. കാക്കകളെല്ലാം രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ആ വരുന്ന അമ്മ ബാ, പല്ലിച്ച് ദോശ വന്നാൽ അമ്മമ്മ വിളിക്കുന്ന ഓ കളി. കാണിക്ക് അത് എന്നാ എന്നാ സാധനം എന്നാ മുല്ലപ്പൂവാ? കാണിക്കൊന്നും കൂടെ. ടിഷ്യൂ പേപ്പർ മുല്ലപ്പൂവാ? നല്ലുണ്ട് കേട്ടാ. എന്നാ കല്യാണത്തിന് പോവാ? ചായ കുടിച്ചിട്ട് പോവാ. വാ വാ വാണ ഇങ്ങോട്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ദോശയും ചട്നിയാണ്. കുറച്ച് ബീൻസ് വറവും എല്ലാം ഇട്ടിട്ടുണ്ട്. നിച്ചുട്ടിയും കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കണം നിച്ചു. അപ്പം നമ്മൾ കഴിച്ചിട്ട് വേണം. അപ്പം അപ്പം നല്ലപ്പം, മൂങ്ങേൻ്റെ അപ്പം നല്ലപ്പം, ഞാനെടുത്ത് തിന്നട്ടെ. മൂങ്ങേൻ്റെ അപ്പം കാണുന്നില്ലല്ലോ. ആരാ എടുത്തേ? കുട്ടിയാണോ കുട്ടി? പിന്നെ ആരാ എടുത്തേ? ഏത് കുട്ടി? അപ്പുറത്തുള്ള കുട്ടിയാ? ഞാൻ നോക്കട്ടെ. കുട്ടിക്ക് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. കുട്ടീന്റെ വായിൽ എന്തോ ഉണ്ടല്ലോ. ചോക്ലേറ്റാ? പക്ഷെ ഒരു തട്ടിപ്പുണ്ടല്ലോ കാണാൻ. ദോശേനെ പോലത്തെ ചോക്ലേറ്റാ? ഞാൻ അടുത്ത അപ്പാര എടുക്കുന്നേ നോക്കട്ടെ. മിമി മാമന്റെ വീഡിയോയിൽ കാണാത്ത കൊറേ ആയി. ഗ്ലാമറെല്ലാം അടിപൊളിയുണ്ട്. എന്റെ അമ്പോ ബിഗ് ഫിഷ് ഉണ്ട്. ബിഗ് ഫിഷ്. ഓ വല്ലതെല്ലാം ഉണ്ട്. പെട്ടക്കുന്ന അയിലുണ്ട്. നല്ല ചിരിക്കുന്ന കൊഞ്ചുണ്ട്. ചിരിക്കുന്ന കൊഞ്ചാ? ആവോലിയുണ്ട്. എല്ലാം ഉണ്ട്. ഏത് വേണമെങ്കിലും മേടിക്കാം. ആവോലി മതി. മുള്ള നല്ല വില്ല മുള്ളനാണ്. പുയ്യാപ്പിള മുറിക്കാൻ സമയമില്ല, അതാ പ്രശ്നം. അല്ല ഫ്രണ്ട്സ് എല്ലാം ഇരിക്കുന്നതാ. അതാ ചെമ്മീൻ. അതാ. ഓ ഇന്ന് കുശാല തന്നെ രണ്ടാക്കും. അപ്പൊ നമ്മളിത് ആവോലിയാണ് വാങ്ങിച്ചത്. നല്ല ഫ്രഷ് ആവോലിയാണ്. ഒരാൾ അച്ഛനെ ഒരുക്കിയിട്ട് കല്യാണത്തിന് പറഞ്ഞേക്കാന്നേ. ഒരുക്കിയ അച്ഛനാ? അച്ഛനെ ഒരുക്കിയാ? ഇനി എന്നാ വേണ്ടേ? മുടി കെട്ടി കൊടുക്കണോ? കെട്ടണാ? തലവേദനയൊന്നുമില്ലല്ലോ? ഫോൺ എടുത്താ? ഫോണ് പേഴ്സ്? ബൈക്ക് എടുക്കുന്നില്ലേ അങ്ങോട്ട്?
പഞ്ചായത്തേക്കല്ലേ? ഞാനും പോയിക്കട്ടെ. വേണ്ട, നമുക്ക് വേറെ സ്ഥലത്ത് പോവാനുണ്ട്. ശ്രദ്ധിച്ചോണേ, എത്തിയിട്ട് വിളിക്കണേ, മെസ്സേജ് അയക്കണം. അപ്പോൾ വേഗം ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇന്ന് ഡോക്ടറെ അടുത്ത് പോവുകയാണേ. എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഇട്ടത് കാണിക്കേണ്ട ദിവസമാണ് ഇന്ന്. എല്ലാ മാസത്തെയും ഫസ്റ്റ് സൺഡേ ആണ് കാണിക്കുക. അപ്പോൾ ഇന്നാണ് ഡോക്ടർ വരുന്ന ദിവസം. അത് ടൈറ്റ് ആക്കണം. ഇന്നും ഈ മാസം കൂടെ ടൈറ്റ് ആക്കി അടുത്ത മാസം ആകുമ്പം ഈ കമ്പി മാത്രം അയക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒന്ന് ചോദിച്ചു നോക്കണം ഈ മാസം തന്നെ അയക്കുമോന്ന്. എന്നുവെച്ചാൽ വല്ലാത്ത ബുദ്ധിമുട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരാഴ്ചയോളം എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ട. അതുകൊണ്ട് ഒന്ന് ചോദിച്ചു നോക്കണം ഇപ്പം അയച്ചാൽ കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഏതായാലും പോട്ടെ. ഏട്ടൻ കല്യാണത്തിന് വേണ്ടി നിച്ചുട്ടിനെയും കൂട്ടുന്നുണ്ട് ഇന്ന്. അമ്മയും അച്ഛനും നിച്ചുട്ടി ഞാനും എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണേ. ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഈ ഒരു സമയത്ത് ഇടാൻ നല്ല കംഫർട്ടാണ്. പിള്ളറൊച്ച നല്ലൊരു കളറും ആണ്. നല്ലൊരു ഡ്രസ്സാണ്. ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ വ്യൂ പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഫ്ലിപ്കാർട്ടിൽ കയറ്റി മേടിക്കാൻ പറ്റും. വീഡിയോൻ്റെ താഴെയായിട്ട് വ്യൂ പ്രൊഡക്ട്സ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്താൽ മതിയേ. നല്ല രസമുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. ഇപ്പം നോക്കിയാൽ മതി, ചിലപ്പോൾ പ്രൈസ് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ടാഗ് ചെയ്തേക്കാം. നിച്ചുട്ടി റെഡിയായാ? ഓ തുള്ളി കളിക്കല്ല, വേർക്കും നിച്ചുട്ടാ. പൂട്ടിയില്ലേ അമ്മ? പോവാ അച്ഛൻ വരട്ടെ. എന്നാ അങ്ങോട്ട് പോന്നാല് അന്ന് അങ്ങോട്ട് നടക്കാവാ. അച്ഛൻ അങ്ങോട്ട് ഓട്ടോ പിടിക്കാൻ പോയിട്ടുണ്ട്. നിച്ചുട്ടി ആദ്യമായിട്ടാണേ അമ്മേന്റെ പല്ലിന്റെ ഡോക്ടറെ അടുത്ത് വരുന്നല്ലേ അല്ലേ? അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് അവിടെ പഞ്ചായത്ത് നമ്മുടെ ദന്തൽ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ശ്രീലേഖ ഡോക്ടറെ, ആനന്ദി ഡോക്ടറെയാണ് കേട്ടോ ക്ലിനിക്ക്. വേറെയും ഡോക്ടേഴ്സ് വരുന്നുണ്ട്. മന്ത്ലി എല്ലാം വിസിറ്റ് ഉണ്ട്. അവിടെ ഇപ്പം റിനോവേഷനൊക്കെ നടത്തിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എവിടെ വന്ന് നമ്മൾ കഴിഞ്ഞ മാസം പോയപ്പോൾ തന്നെ ഈ മാസം എത്ര മണിക്ക് വരണം എന്നുള്ള ഡേറ്റ് സമയം തരും കേട്ടോ. ആ സമയമാകുമ്പോൾ നമ്മൾ പോയാൽ മതി. അപ്പോൾ കുറച്ച് അധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു സമയം നമുക്ക് 11 മണിയാകുന്ന സമയം തന്നെ ഒരു 11:15 ആകുമ്പം കയറാൻ പറ്റും. ഒരു 5 ആളായിട്ട് ഉള്ളിലേക്ക് വിളിച്ചിട്ട് അവിടെ ഇരുത്തും. പിന്നെ അകത്ത് ഒഴിയുന്നതിനനുസരിച്ചിട്ട് അകത്തേക്ക് കയറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ പോയിട്ട് അവരോട് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നെ അവിടെ എത്തിയിട്ട് വേഗം തന്നെ വരാനും പറ്റി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നേ. ഭയങ്കര ചൂട് കിട്ടാ. അപ്പാ എന്തൊരു വെയിലെന്ന് പറയണ്ടേ. ഇപ്പൊ രാത്രിയും പകലും എല്ലാം ചൂട് തന്നെയാണ്. വേർത്ത് കുളിക്കലാണ്. പിന്നെ വെയിലത്ത് പിന്നെ പറയേ വേണ്ട. പിന്നെ ലൈറ്റായിട്ട് ചായലും കുടിച്ചു പഞ്ചായത്ത് നമ്മളെല്ലാരും കൂടെ വരുമ്പോ. അതുകൊണ്ട് കുറച്ചൊന്ന് ഒരു റിഫ്രഷ്മെന്റ് ആയി. അപ്പൊ പോകുമ്പോ ഇത് നമ്മുടെ രാവിലെ വാങ്ങിച്ച ആവോലി ഉണ്ടല്ലോ, അത് ഒന്ന് പെരക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത്. ഇതൊന്ന് ഫ്രൈ ആക്കാം ഉച്ചക്കേക്ക് ചോറിന് വേണ്ടിയിട്ട്. പല്ലിന് പോയിട്ട് മേലുണ്ടായ ഈ ഒരു പച്ചക്കളറിലുള്ള ആ ഒരു വയറുണ്ടല്ലോ, അത് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. താഴത്തത് അങ്ങനെ തന്നെ വെച്ചു. ഇപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല, ടൈറ്റ് ചെയ്തിട്ടുമില്ല. ടൈറ്റ് ചെയ്താലേ നമുക്ക് വേദന ഉണ്ടാവും. അപ്പം അതങ്ങനെ തന്നെ നിൽക്കട്ടെ. താഴെ കുറച്ചും കൂടെ ഒന്ന് ഉള്ളോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ ഒരു മാസം കൊണ്ട് അതായിക്കോട്ടെ. എൻ്റെ അടുത്ത മാസം പോയിട്ട് താഴത്തെയും മേലത്തെയും ആ കമ്പി റിമൂവ് ചെയ്യും. ഈ പല്ലിന് ഒട്ടിച്ച സാധനം അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് ജോയിൻ ചെയ്താൽ മതിയല്ല. അതും കൂടെ ഒട്ടിച്ചതും കൂടെ കളയുമ്പോൾ ആ മൊത്തം ആ കിറ്റ് പോകുമല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ സെയിം എമൗണ്ട് ആദ്യം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒട്ടിച്ചത് അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് കമ്പിയെല്ലാം റിമൂവ് ചെയ്യാം. നോർമലി അങ്ങനെ ചെയ്യല്. അപ്പോൾ അതുപോലെ അടുത്ത മാസം പോയിട്ട് ബാക്കി ടൈറ്റ് ആക്കുന്നതും ഈ കമ്പിയെല്ലാം ഒഴിവാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം കൂടെ അങ്ങനെ തന്നെ പോട്ടെ. ഇപ്രാവശ്യം ടൈറ്റ് ചെയ്യാത്തതുകൊണ്ട് വേദന ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. വേദനയാവുമ്പോൾ അയ്യോ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും നല്ലോണം ഇതായിപ്പോയി. വേദന എടുത്തൊന്നും ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിൽ പ്രശ്നമായിപ്പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും വേദന ഉണ്ടാവില്ല. അത് അവിടെ തന്നെ നിന്നോട്ടെ എന്നാ പറഞ്ഞേ. എന്നാ ഒരു സങ്കടം കേട്ടോ? മീനെ കാണുന്നില്ലേ? മീനെ കളിപ്പാട്ട മീനിനെ കാണുന്നില്ലേ? കളിപ്പാട്ടം ക്ലോക്കിലുള്ള മീനാ അല്ലേ? ആ പരുതി നോക്ക് കേട്ടാ. നോക്കാം നമുക്ക്. ബാക്കി കറിയെല്ലാം അമ്മ രാവിലെ ആക്കീനെ. തക്കാളി കറി, ബീൻസ് ഉപ്പേരിയെല്ലാം ബാക്കി കറികൾ. മീൻ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി കുറച്ചുണ്ട്. അത് നമുക്ക് വൈകുന്നേരമായിട്ട് വേണമെങ്കിൽ നോക്കിയിട്ടാക്കാം. ഇത്രയേ ഉള്ളൂ. ഏട്ടനും ഇല്ലല്ലോ, നമുക്ക് മാത്രമല്ലേ വേണ്ടു. സമയമില്ലാത്ത സമയത്ത് ചായ കുടിച്ചുകൊണ്ടേ ആ വിശപ്പ് അങ്ങ് കിട്ടു. ഇപ്പൊ സമയം 1 മണിയായി. പക്ഷെ ചോറ് കഴിക്കാൻ തീരെ തോന്നുന്നില്ല.
12 മണിയെല്ലാം ആയിരുന്നു നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങുമ്പോൾ. അപ്പോഴേക്ക് ഇന്നലെ അല്ല ചായ കുടിച്ചേ, അതുകൊണ്ട് സമയമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ആ വിശപ്പ് അങ്ങ് പോയി. ചോറുണ്ണണ്ടേ എടുത്ത് അവിടെ ഇന്ന് രാവിലെ നിച്ചു പറഞ്ഞതല്ലേ ഉള്ളൂ. കുംഭ വലുതായിട്ടുണ്ട്. ആ വീഡിയോയില് കാണുന്നുണ്ടോന്ന് അറിയില്ല. അത് കാണുന്നില്ല. അവിടുത്തെ വൈകുന്നേരം കാണിക്കാം. അതെ 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 ഉണ്ട്. ചെറുങ്ങനെ കാണുന്നുണ്ടോ? കൊറേ കുഞ്ഞു മീമികൾ വന്നിട്ടുണ്ടേ. രാവിലെ നിച്ചു പറഞ്ഞതേ ഉള്ളൂ. വീഡിയോയിൽ തന്നെ പറഞ്ഞിനി. നിച്ചു കണ്ടാ മീമി പ്രസവിച്ചിട്ട്? നിച്ചു ശരിക്കും കണ്ടിട്ടില്ല. അത് നമ്മളെ കുഞ്ഞത് അടുത്തൊരു കുമ്പ വീങ്ങിയാ. നിച്ചൊരു സന്തോഷായി അല്ലേ? ഇനി അതെല്ലാം വലുതായി കുളത്തിൽ നിറച്ചു ആവും കേട്ടാ. ഇപ്പൊ കണ്ടേ ഞാൻ വന്നിട്ട്. രാവിലെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓർത്ത് നിങ്ങളെ ഷാർക്കിന് ഇട്ടിട്ടേ അതിലടിയിലുണ്ട്. മറ്റേത് കിട്ടുന്ന കുറച്ചുകൂടി മോളെ. ആ ശംഖ് നല്ലില്ലേ? കിട്ടുന്ന സാധനമല്ല അമ്മമ്മയും മോളും കൂടി ഇത് കൊണ്ടുവിടുന്നുണ്ട്. ഇതാ ശംഖ്, ഒരു ഷാർക്ക്, ശംഖ്. അതിന് വെള്ളം ചൂടായിട്ടില്ല അമ്മേ? ഇല്ല ഇല്ല, നല്ല തണുപ്പുണ്ട്. ചൂടില്ലല്ലോ. ഇത് ടൈൽസ് ആയിട്ടാണോ എന്തോ ആയിരിക്കും. പിന്നെ ഇവിടെ കുറച്ച് ഷെയ്ഡ് ഈ സമയം അമ്മേനെ അവിടെ ഷെയ്ഡ് വന്നില്ലേ, അതുകൊണ്ടായിരിക്കും. അധികം ചൂടാവുന്നില്ല പ്രതീക്ഷിച്ചത്ര. കുഞ്ഞു മീമി കുഞ്ഞുങ്ങൾ വൈകുന്നേരം വൃത്തി കാണുമ്പോ നിച്ചൂസേ വൈകുന്നേരം വൃത്തി കാണും. വെയിലായോണ്ടാന്ന് വാവേ. സന്തോഷായാ? കൊറേ മീമി കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോ സന്തോഷായടാ? ഫുഡും കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എല്ലാം കഴിഞ്ഞു. നിച്ചൂട്ടിയുടെ നല്ല ഉറക്കാന്ന്. ഞാനും ഉറങ്ങണമെന്ന് വിചാരിച്ചു തന്നെ, പക്ഷെ നടന്നിട്ടില്ല കേട്ടോ. രാത്രി ഇപ്പോൾ ഉറക്കം ശരിയാവുന്നേ ഇല്ല. ഇടയ്ക്കൊരിക്കൽ എണീക്കുക. ഒരു 2 മണി 3 മണീൻ്റെ ഇടയിൽ നമ്മൾ ബാത്റൂമിലെല്ലാം പോകാൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കിട്ടുന്നില്ല. കുറേ കഴിഞ്ഞിട്ടേ പിന്നെ ഉറങ്ങും. എപ്പോഴും അങ്ങനെയാണ്. ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ നല്ലോണം ലേറ്റ് ആവും ചെയ്യും. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഉച്ച കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നു കല്യാണത്തിന് പോയിട്ട്. അപ്പോൾ ആ ഉറക്കം പോയി. പിന്നെ ഏതായാലും വൈകുകയും ചെയ്തു. ഇപ്പം 4 മണിയായി സമയം. നിച്ചുട്ടീനെ എണീപ്പിക്കണേനി, ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവും. നാളെ അങ്കൻവാടി പോണ്ടല്ലേ. ഇപ്പം നല്ല ഉറക്കമാണ്. അച്ഛൻ വന്നത് കണ്ടിട്ടില്ല. ഇച്ചൂട്ടി അച്ഛൻ വന്നിട്ട് ഇച്ചൂട്ടി കണ്ടിട്ടില്ല. എനിക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കളിക്കാൻ. അച്ഛന്റെ കയ്യിൽ ഒരു കുഞ്ഞനെലി. അതാ അച്ഛന്റെ കയ്യിൽ നോക്കി ഒരു കുഞ്ഞനെലി. നമുക്ക് അമ്മാവനെ പറ്റിക്കാം. അമ്മാവ ബാത്റൂമിൽ വരും. ഇച്ചിട്ട് കൊണ്ട ഇങ്ങോട്ട് കാണിക്ക്. ഒരിക്കൽ അമ്മാവനെ പറ്റിക്കാലും ഇങ്ങോട്ടോ. അമ്മ കാണുകയില്ലേ? അമ്മ ബാത്റൂമിൽ പോയിട്ടുണ്ടേ. എലീനെ അവിടെ വെച്ചിട്ടുണ്ട്. അമ്മ ഇതൊരു എലി. എലി അമ്മ കണ്ടിട്ടേ ഇല്ല. അത് അമ്മ അതായിരുന്നു ഞാൻ പറഞ്ഞ. അമ്മ കാണൂല. അമ്മ അതിന്റെ സൈഡിലേക്ക് കൂടെ അങ്ങ് പോയിനി. ശരിക്കും ഇതിനെ കാണുമ്പോ തന്നെ ഒരു എലിനെ പോലെ ഉണ്ട് കേട്ടാ. അച്ഛനോടൊക്കെ ഫിഷ് എല്ലാം ഉറങ്ങി കഴിച്ചു. ഏട്ടാ കൺഗ്രാറ്റ്സ്, ഫിഷ് പ്രസവിച്ചു. ഇതിനിടക്ക് കൊണ്ടുവന്നത് എൻ്റെ 2-3 എണ്ണത്തിന്റെ കുമ്പിയും കൂടി ഉണ്ട് വലുതായിട്ട്. അതും കൂടെ പ്രസവിച്ചാലും നിറക്കാം നമുക്കിതിനകത്ത്.
ഇത് നിച്ചുട്ടിൻ്റെ ഫ്രണ്ട്സാണ്. നമ്മളെ നേരെ ഓപ്പോസിറ്റിലെ വീട്ടിലത്തെയാണ് ഐറയും ആദമും. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ വരും കേട്ടോ. അവർ വന്നു കഴിഞ്ഞാൽ നിച്ചുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ആരും ഇല്ലാത്തയല്ലേ കളിക്കാനൊന്നും പിള്ളേരൊന്നും. പക്ഷേ ഇടയ്ക്ക് അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗം കിട്ടിയ പോലെയാണ് കേട്ടോ. ഓടി ചാടി കളിച്ച് ഒന്നും പറയണ്ട. കുറേ നേരം കോലായത്ത് ഇരുന്ന് കളിച്ച് എന്നിട്ട് പിന്നെ ബോളും എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. പിള്ളേർക്ക് പിള്ളേർ തന്നെ വേണം കളിക്കാൻ. നമ്മൾ വലിയ ആൾക്കാർ എത്രയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിള്ളേരെ കൂടെ കളിക്കുന്ന ഒരു സന്തോഷം അവർക്ക് കിട്ടുകയേ ഇല്ലല്ലോ. അപ്പം ഇന്ന് മിക്കവാറും കുറേ സമയത്തോളം ഇത് തന്നെ ആയിരിക്കും കേട്ടോ അവസ്ഥ. ഫുള്ള് കളിയായിരിക്കും. കയറാൻ പറഞ്ഞാലും കയറൂല, അത്രയും കളിയായിരിക്കും. അപ്പോൾ ഏതായാലും കുറേ നേരം അങ്ങനെ കളിക്കട്ടെ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴുള്ള മെയിൻ ഡ്യൂട്ടിയാണ് ഇപ്പം വെള്ളം നനയ്ക്കൽ. നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ടിലുള്ള ചെടിക്കും പിന്നെ അപ്പുറത്തുള്ള പച്ചക്കറിയെല്ലാം ഉണ്ടല്ലോ കുറച്ച്, അതിനും എല്ലാം വെള്ളം നനയ്ക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ പൈപ്പൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. എല്ലാത്തിനും വെള്ളം നനച്ചു കൊടുക്കും. നമുക്ക് ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് രാവിലെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുവേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒന്ന് വൃത്തിക്കൊന്നും കൂടെ നനച്ചു കൊടുക്കും. ഈ ചില ചെടികൾക്കൊന്നും അധികം വെള്ളം വേണ്ടാന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് കുറച്ചായിട്ടേ നനക്കലുള്ളൂ കേട്ടോ, അധികം നനക്കലും ഇല്ല. നിച്ചുട്ടിന് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇഷ്ടംപോലെ നമുക്ക് ഗ്രോ ബാഗിലെല്ലാം ഉണ്ടായിനെ. കുറേ ചീരിയും തക്കാളിയും വഴുതിനും എല്ലാം ഇഷ്ടം പോലെ കായ്ച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്ക് ഇപ്പം നമ്മൾ ഇപ്രാവശ്യം തുടങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 5-ാം മാസം 6-ാം മാസം എനിക്ക് ആകുമ്പം തന്നെ ഇഷ്ടംപോലെ പച്ചക്കറി നമുക്ക് പറിക്കാൻ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചീരിയെല്ലാം കുറച്ചിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കുളി ടൈമായേ. നിച്ചുട്ടിനെ കുളിപ്പിക്കാൻ പോകുന്നുണ്ട് ഏട്ടൻ. അത് കഴിഞ്ഞിട്ട് എനക്കും കുളിക്കണം. ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. സാധാരണ രാവിലെ പാൽ കുടിക്കലുണ്ട്. ഇന്ന് പോവുകയെല്ലാം ചെയ്തില്ല ആ സമയത്ത്, അതുകൊണ്ട് കുടിച്ചിട്ടില്ല. അപ്പോൾ അത് കുടിച്ചിട്ട് അപ്പോഴേക്ക് നിച്ചുട്ടി കുളിക്കട്ടെ. എന്നിട്ട് കുളിക്കണം. ഇനി കുളിച്ചാലേ ഒരു ഫ്രഷ് ആവും. ഈ സമയമാകുമ്പോഴേക്ക് വേർത്ത് അങ്ങേയറ്റായിട്ട് ഒരുമാതിരി അവസ്ഥയാവും. കുളിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഫ്രഷ് ആവും. നമ്മളുണ്ടല്ലോ നമ്മുടെ മുഖത്ത് എന്തെല്ലാം പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. എല്ലാവർക്കും അറിയായിരിക്കും, കാണുമ്പോൾ തന്നെ കറ്റാർ വാഴ. അത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് കൂടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രൊഡക്ട്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യലില്ലേ. പക്ഷെ ഈ ഒരു സാധനം നമ്മള് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്താലുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമുക്ക് ചേഞ്ച് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും പാടുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിലെല്ലാം കുറച്ച് ദിവസം കൊണ്ട് അത് മാറുന്നുണ്ട് കേട്ടോ. നല്ലൊരു തണ്ട് കിട്ടിയിട്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഒന്നുമില്ല, ഇങ്ങനത്തെ ഒരു തണ്ട് പൊട്ടിച്ചിട്ട് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു കഷ്ണം പൊട്ടിച്ചെടുക്കുക, നടുക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുക, ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പേ. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കളയുക. അത്ര മാത്രമേ ചെയ്യുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ. അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പൊ നമ്മുടെ പണ്ടേ ഇതിനു വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഇത് ആവുന്നേ ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം വീട്ടിലെല്ലാം പോയിട്ട് മേടിക്കലുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ആയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് സമാധാനം. കുറെ നാൾ ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായിട്ടില്ല. ഇപ്പൊ വെറുതെ ഒരു ഇതിന് തുടങ്ങിയതാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് സ്കിന്നിൽ കാണാനും പറ്റും കേട്ടോ നമുക്ക് ആ ഒരു ചേഞ്ച്. അപ്പൊ ഞാൻ കുളിക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് കഴിക്കുന്നു ഇതാടോ, എന്നിട്ട് അത് കുളിക്കാൻ പോവാ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 മണിയാകുമ്പോഴേക്ക് ഫ്രീ ആവുമേ. വിളക്ക് വെക്കൽ ഇപ്പം ഞാൻ തന്നെയാണ്. ആ പ്രഗ്നൻ്റ് ആയ ആ ഒരു സമയം മുതലേ ഞാൻ തന്നെയാണ് കേട്ടോ വൈകുന്നേരത്തെ വിളക്ക് വെക്കൽ. അമ്മക്ക് വൈകുന്നേരത്തെ പണിയെല്ലാം ആയിട്ട് പിന്നെ അമ്മ കുളിക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവൂലേ. അപ്പം സ്ഥിരം ഒരു റുട്ടീനായി മാറി. വിളക്കും വെച്ച് തൊഴുത് അതും ഇപ്പോൾ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിച്ചുട്ടി ഉണ്ടാവലുണ്ട് സാധാരണ. ഇപ്പം നിച്ചുട്ടി അവിടെ നിന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇല്ലാത്തത്. അല്ലെങ്കിൽ ഓടി വന്നിട്ട് എൻ്റെ കൂടെ നിന്ന് വിളക്ക് വെക്കാൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും. അപ്പം അമ്മേൻ്റെ നിച്ചുട്ടിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നിച്ചുട്ടി എന്നാ ഇപ്പം തിന്നേ? മാംഗോവാ. ഞാൻ കുറച്ച് മുത്താറി ആക്കാന്ന് വെച്ച് പോയതാ. അപ്പം അമ്മ ഉപ്പുമാവ് ആക്കുന്നുണ്ട്. അപ്പം അത് കുറച്ച് കഴിക്കാം. ഞാൻ ആദ്യം മുത്താറി ആക്കണ്ടല്ലോ. ഇനിയിപ്പം എനിക്ക് മുറ്റത്തേക്ക് പോകും. ഞാനും സാധാരണ അമ്മ മാത്രമാണ് വിളക്കെല്ലാം വെച്ച് കുറേ നേരം മുറ്റത്ത് നടക്കലേ. അപ്പം ഞാനും നിച്ചുട്ടി എല്ലാം കുറേ മുറ്റത്ത് നടക്കും. നിച്ചുട്ടാ ഒരു സന്ധ്യാസമയത്ത് കുറേ നേരം നമ്മൾ മുറ്റത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഉള്ളിൽ കയറി ഫുഡെല്ലാം കഴിച്ച് രാത്രി ഫുഡ് കഴിച്ച ശേഷം കുറേ മുറ്റത്ത് നടക്കും അല്ലേ അച്ഛൻ്റെ കൂടെ. അങ്ങനെയല്ലാന്ന് ഇപ്പോഴത്തെ റുട്ടീൻ പോകുന്നത്. നാളെ നിച്ചുട്ടിക്ക് അംഗനവാടി പോണം. നിച്ചുട്ടിന്റെ ഡാൻസ് ഉണ്ട്. പോ കളിപ്പണ്ണേ. നിച്ചുട്ടിന്റെ പരിപാടി ഉണ്ട് 7-ാം തീയതി. ഇവിടെ അന്ന് പരിപാടി ഉണ്ടായിട്ട് ഗുരുക്കൾ സ്കൂൾ നമ്മുടെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ അംഗനവാടി പിള്ളേരുടെ പരിപാടിയും ഉണ്ട് സ്കൂൾ വാർഷികത്തിന്. അപ്പൊ അതിന്റെ ഡാൻസ് എല്ലാം പഠിക്കുന്നല്ലേ നിച്ചുട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഉപ്പുമാവ് തിന്നാന്ന് വെച്ചാൽ ബാക്കി പുറത്ത് പോയിട്ട് നടക്കാം. ഈ വെള്ളറവ കുറച്ചിങ്ങനെ ലൂസാക്കിയിട്ട് ആക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മേടിക്കുമ്പോൾ കിട്ടൂലേ ഇലയിൽ പൊതിഞ്ഞിട്ട് കുറച്ചിങ്ങനെ അതിൽ നെയ്യെല്ലാം ആക്കും തോന്നുന്നു.
നെയ്യിൻ്റെ ഒരു ടേസ്റ്റിൽ ഉണ്ടാവാനായിട്ട്. പെട്ടെന്ന് അത് ഓർമ്മ വന്നു. അപ്പോൾ അമ്മയോട് അതുപോലെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് ലൂസായിട്ട് ആക്കിയത്. പക്ഷെ ക്യാരറ്റും കൂടെ വേണം കേട്ടോ. ക്യാരറ്റ് മേടിച്ചത് ഉണ്ടായിട്ടില്ല. ഉപ്മാവെല്ലാം തിന്നിറങ്ങുമ്പോഴേക്കും എനിക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിന്. ഒരു കാത്തു നിന്ന ഡ്രസ്സാണ് കേട്ടോ. ഒരു ഡ്രസ്സ് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ മറ്റേത് ലൈറ്റാണെന്ന് തോന്നുന്നു. അത് ഇന്ന് ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നിട്ട് കാണിച്ചു തരാം. എല്ലാ പ്രൊഡക്ട്സും ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. വ്യൂ പ്രൊഡക്ട്സിൽ ഹെൽപ്ഫുൾ ആവുമായിരിക്കും. ചെറിയ പൈസേൻ്റെ സാധനങ്ങൾ നോക്കിയിട്ട് നല്ല റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്നതാണ് എല്ലാം. അമ്മമ്മ ഗാർഡനിൽ ഏകാന്തയായിട്ട് കാത്തിരിക്കുന്നു. അമ്മമ്മ ഗാർഡനിലിരിക്കുക. നമ്മളെ ലൈറ്റ് കത്തിയല്ലേ? അത് രാവിലെ ഞാൻ പറഞ്ഞു. ഞാൻ ലൈറ്റ് ഇത് ഓഫാക്കിയിട്ട് കാണിച്ചു തരേ. ഒരു മിനിറ്റ് ചൂട്ടാ. ഇതാ ആ ഗേറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് വൃത്തി കാണൂല. സാറല്ലേ അല്ല ഇത് ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇതാ നമ്മൾ ഒരു 4 ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കത്തുന്നില്ലേ? ഉണ്ട്. ആ ഗേറ്റ് ലൈറ്റും കൂടെ ഓഫാക്കട്ടെ, എന്നാൽ വൃത്തി കാണും. ഇത് സോളാർ ലൈറ്റാണേ. പകൽ ചാർജായിട്ട് സോളാർ ചാർജായിട്ട് രാത്രി കത്തിക്കോളൂ. കറണ്ടൊന്നും ആവശ്യമില്ല. ഓൾമോസ്റ്റ് രാവിലെ വരെ കത്തും കേട്ടോ. അതുകൊണ്ട് നല്ല രസമാണ് രാത്രി കാണാൻ വേണ്ടിയിട്ട് ഗാർഡൻ. അപ്പുറത്തെ വീട്ടിലെല്ലാം ലൈറ്റ് ഫുള്ള് ഇരുട്ടാണെങ്കിൽ നല്ലോണം ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണും. കണ്ട ഇതിങ്ങനെ അവിടെ എവിടെയായിട്ട് കത്തും. നമ്മളെ മുയൽക്കുട്ടന്മാരെല്ലാം ഇങ്ങനെ കാണും ഈ ലൈറ്റിന്. അതുകൊണ്ട് ഇപ്പം നല്ല രസമാണ് മുറ്റത്തെ നടക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ കാണാൻ വേണ്ടിയിട്ടെല്ലാം നല്ല രസമാണ്. ഇതും ഓൺലൈനായിട്ട് മേടിച്ചു തന്നെയാണ്. ഫ്ലിപ്കാർട്ടിൽ രാവിലത്തെ ഡ്രസ്സിൻ്റെ കൂടെ ടാഗ് ചെയ്യുക. അത് ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇതാകുമ്പോൾ കറണ്ടിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതും ചെറിയ പൈസക്ക് മേടിച്ചതാണേ. ഇപ്പോൾ ഒരാഴ്ച ആയല്ലോ ഇത് വെച്ചിട്ട്. ഒരാഴ്ചയിലും 10 ദിവസത്തോളം ആവാനായി. 10 ദിവസത്തോളമായി. നല്ല വൃത്തിക്ക് തന്നെ കത്തുന്നുണ്ട്. ഒരു ലൈറ്റും കൂടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ ബുക്ക് ചെയ്ത് അതന്നെയാണോ ഇപ്പൊ വന്നതെന്ന് അറിയില്ല. കുത്തി വെക്കുന്ന ഒരു ലൈറ്റ് വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഗാർഡനിൽ കുത്തി വെക്കാൻ. അതാണോ ഇപ്പൊ വന്നതെന്ന് അറിയില്ല. നോക്കണം. ഇതെന്നാ കണ്ണിന്റെ ഡോക്ടറാ? കണ്ണിന്റെ ഡോക്ടർ. ഓ കണ്ണ് പോയാലും അതിന്റെ ഉള്ളിലേ നോക്കി പരിശോധിക്കലില്ലേ? ആ ഡോക്ടറെ എന്റെ മോക്ക് കണ്ണുവേദനയാണേ. ഒരു നോക്കണേ. ഗ്ലാസ് വെക്കണോ? കണ്ണട വെക്കണോ? വായിപ്പിക്ക്. അതല്ല വായിക്കാൻ പറയുന്ന ഒരു കണ്ണടക്കണ ഡോക്ടറെ. അത് കാണിച്ചു കൊടുക്ക ഡോക്ടറെ. എന്നിട്ട് എന്നാ അക്ഷരം ചോദിച്ചു. അത് എ ആണ് ഡോക്ടറെ. കറക്റ്റാ? അമ്മമ്മയും മോളും ചോറ് കളിയാന്നേ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അമ്മ അപ്പോഴേ പറഞ്ഞതാ എനിക്ക് നിലത്ത് കുത്തി വെക്കുന്ന ലൈറ്റ് വേണമെന്ന്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ കളർ മാറി മാറി വരുന്ന ലൈറ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. അതിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഇന്നിപ്പോൾ ഇതിനകത്ത് ചാർജൊന്നും ഇല്ല. ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഉണ്ടായ ആ കുറച്ച് ചാർജല്ലേ ഉള്ളൂ. അതുകൊണ്ട് അധികം നേരമൊന്നും കത്താൻ ചാൻസ് ഇല്ല. എന്തായാലും അത് വെച്ച് കൊടുത്ത് നോക്കാം നമുക്ക്. നാളെ പകൽ ഫുള്ള് ചാർജ് ആവട്ടെ. എന്നാൽ നാളെ രാത്രി ആകുമ്പോഴേക്കും നല്ല വൃത്തിക്ക് കത്തുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് നോക്കുന്നത്. നിച്ചുട്ടിക്ക് ആവേശം കൊണ്ടൊന്നും പറയണ്ട. ഞാൻ മേലെ കയറിയിട്ട് വെക്കട്ടെ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതാ ലൈറ്റെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പച്ച, മഞ്ഞ, എന്താണ് ചുവപ്പ്, ഓറഞ്ച് അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതിൻ്റെ ഗ്ലെയർ ഇങ്ങനെ നിലത്തടിക്കുന്നതും കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് ദോശയാണ് കഴിച്ചേ. നിച്ചുട്ടിക്കും ഫുഡെല്ലാം കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ഇന്നെന്തോ ഇപ്പോൾ 2 ദിവസമായിട്ട് രാത്രി ആകുമ്പോഴേക്കും എന്തോ ഒരു ഭയങ്കര ക്ഷീണം. ചൂടെല്ലാം കാരണമാണെന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് പഞ്ചായത്തെല്ലാം പോയി വെയിലത്തെല്ലാം പോയില്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തോ ഒരു ഭയങ്കര ക്ഷീണം പോലെ തോന്നി. കുറേ നേരം കിടന്നു. എന്തോ ഗ്യാസ് കയറിയിട്ട് ഒരു അസ്വസ്ഥത വേറെ അങ്ങനെ എന്തെല്ലോ പ്രശ്നമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ബാക്കിയൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ രാത്രി മേലെ വന്ന് 10 മണി കഴിഞ്ഞു സമയം. ഉറങ്ങാൻ പോവുമെന്ന് ധനിച്ചോട്ടി മുടിയെല്ലാം കെട്ടി റെഡിയായി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.